ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോവയ്ക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കുറച്ച് കോവയ്ക്കയും കുറച്ച് ചെറിയ ഉള്ളിയും കഴുകി വൃത്തിയാക്കി ചോപ്പ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. രാവിലെ തിരക്ക് പിടിച്ചുള്ള പണിയിലാണ്. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഞാൻ തിരുവി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് 2-3 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. തേങ്ങ നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവിനാവശ്യമായ മുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്തുകൊള്ളുക. അത്യാവശ്യം നമ്മളൊരാൾക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ ഒരു ഒഴിച്ചു കറിയും ഒരു തോരനും പിന്നെ ഒരു പൊരിച്ചതും മുട്ടയോ മീനോ എന്തെങ്കിലും പൊരിച്ചതും അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് അത് 3 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്ലെയിം ഓണാക്കി ഇതെല്ലാം വറുത്ത് കരിഞ്ഞു പോകാതെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ആ പാൻ തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മസാല നമ്മൾ ചൂടാറുമ്പോൾ അരച്ച് മാറ്റി വെക്കണം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും ഉള്ളിയും ഉണ്ടല്ലോ, അത് രണ്ടും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വഴറ്റി നല്ലപോലെ വേവിച്ചെടുക്കണം. കോവയ്ക്ക എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കോവയ്ക്ക. ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ചെറുതായി അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും കോവയ്ക്ക വളരെ നല്ലതാണ്. കോവയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിനാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ച മസാല അരച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് പുളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പുളിയും ചേർത്ത് അത് നല്ലപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കോവയ്ക്ക വെന്ത് വരുമ്പോൾ ആ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. അതിലുള്ള പത മാറുന്നത് വരെ നല്ലതുപോലെ തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മഞ്ഞപ്പിത്തം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായതിനാൽ നിത്യേന നമ്മൾ ഭക്ഷണത്തിൽ കോവയ്ക്ക ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കോവയ്ക്ക വളരെ നല്ലതാണ്. ഇതാ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അമരയ്ക്ക തോരനാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് അമരയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അമരയ്ക്കയും ഉള്ളിയും പച്ചമുളകും ചേർന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3 ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കുക. ഔഷധ പെരുമയുള്ള ഒന്നാണ് അമരയ്ക്ക. ഭക്ഷണത്തിൽ നിത്യേന ഇത് ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിനുകൾ എന്നിവ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങ തിരുവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഇതാ നോക്കിയപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ വെറുതെ തിരുവിയ തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തേങ്ങ ചേർത്ത് അമരയ്ക്ക തോരൻ വെച്ച് കഴിക്കുന്നത് പ്രസവശേഷം അമ്മമാർക്ക് മുലപ്പാൽ കുറയുന്നതിന് വളരെ നല്ലതാണ്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള അമരയ്ക്ക നമ്മൾ ഒരിക്കലും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കരുത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത്. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അമരയ്ക്ക.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെറും 5 മിനിറ്റിൽ നമ്മുടെ തോരൻ ദാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമരയ്ക്ക ആയതുകൊണ്ട് മാത്രം ഒരല്പം വേകാൻ താമസമെടുക്കുമെന്നുള്ളതല്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തോരനെല്ലാം. ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാകുന്ന വളരെ കുറഞ്ഞ ചേരുവയിലുള്ള കറികളാണ്. ദാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ മുട്ട പൊരിക്കുന്നതാണ്. അതിനായിട്ട് ഞാനൊരു സവാളയും ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും സവാളയും ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ദിവസവും മുട്ട ഒരേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിടുമ്പോൾ അത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രവുമല്ല, വീട്ടിലിരുന്ന് നമ്മൾ ചൂടോടെ ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല ഒരിടത്ത് കൊണ്ടുപോകുന്ന ഭക്ഷണം അത് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മുട്ട പൊരിച്ചതെല്ലാം തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്ത് അത് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം, കണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരല്പം തേങ്ങ തിരിവത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് ആ പാനിൽ തന്നെ ഒഴിച്ച് നല്ലപോലെ നിരത്തി കൊടുക്കുക. നിരത്തി സവാളയും ഉള്ളിയൊക്കെ എല്ലായിടത്തും ആകുന്നത് വരെ നല്ലതുപോലെ നിരത്തി വെച്ച് ഒരടപ്പ് വെച്ച് അടയ്ക്കുക. അടച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുക. ഇത് വളരെ കുറഞ്ഞ തീയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ദാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ അത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വളരെ സാവധാനം, അത് പൊട്ടിപ്പോവാത്ത രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ചോറും കറികളും റെഡി ആയിട്ടുണ്ട്. ചോറൊരു പാത്രത്തിലോട്ട് വിളമ്പുകയാണ്. ഞാൻ ഇന്ന് 7 മണിക്കാണ് അടുക്കളയിൽ കയറിയത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ചോറും ചായയ്ക്ക് കടിയായിട്ട് അപ്പവും തീയലും തോരനും മുട്ട പൊരിച്ചതും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായ ഇട്ടു, കട്ടൻ ചായ ഇട്ടു, എല്ലാം കുടിച്ചു. കുറേ സമയം വെറുതെ ഇരുന്നിട്ടുമുണ്ട്. എന്നിട്ടും എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി 2-3 പാത്രങ്ങളാണ് ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ചോറും തോരനും മുട്ട പൊരിച്ചതും എല്ലാം ഞാൻ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് കറിയും ഒരു കണ്ടെയ്നറിൽ എടുത്ത് അടച്ചു വെക്കുന്നുണ്ട്. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.